ഹലോ ഗായ്സ്, ഇന്ന് വളരെ ക്ഷീണിതയായിട്ടുള്ളൊരു ഹലോ ഗായ്സ് ആണ്. കാരണം സമയം രാത്രി അല്ല പുലർച്ചെ 1:40 നമ്മളൊരു കിഡിലൻ ഹൗസ് പാർട്ടി, റീമയുടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ കഴിഞ്ഞ് വന്നതേ കിടക്കുന്നേ ഉള്ളൂ. ആൻഡ് അരമണിക്കൂറിൽ നമുക്ക് എണീറ്റ് പോകണം. എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. സമയം 3 മണിയായപ്പോഴത്തേക്ക് നമ്മളിതേ ഇറങ്ങുന്നുണ്ട് എയർപോർട്ടിലേക്ക്. സക്സസ്ഫുള്ളി 24 hours ഉറങ്ങാണ്ട് നമ്മളുടെ കുട്ടി സ്പെഷ്യൽ ആനിവേഴ്സറി വെക്കേഷൻ ദേ തുടങ്ങാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ തുമ്മൽ വിളിച്ചു പറയാം, ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ. ക്യാബ് വന്നു. എയർപോർട്ട് എത്താൻ എന്തായാലും ഒരു 1.5 hours എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഇന്നലത്തെ കാഴ്ചകൾ കണ്ടിട്ട് വന്നാലോ. റീനയുടെ ബർത്ത്ഡേ പാർട്ടി ആയിട്ട് ഞാനും വൈഷും കൂടി നേരത്തെ എങ്ങ് പോന്നു. അവർക്ക് എന്തെങ്കിലും സഹായം ആയാലോ. പക്ഷെ അവർക്ക് സഹായത്തിനെക്കാട്ടും കൂടുതൽ അടുക്കളയിലുള്ള സാധനം തിന്നു തീർക്കാനാണ് എന്നെ കൊണ്ട് പറ്റുക. ഇന്ന് ആളൊരു പിങ്കിച്ച് തീമാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കണേ. പിങ്കിച്ച് കേക്ക്. എല്ലാവരും വന്നാലും കുട്ടി ഒരുങ്ങി തീരുന്ന തോന്നുന്നില്ലേ? കുട്ടിക്ക് ഒരു ഇത്തിരി അധികം നേരം എടുക്കും ഒരുങ്ങി തീരാൻ. എന്തായാലും എല്ലാവരും വരണയ്ക്ക് മുന്നേ നമുക്ക് പിങ്ക് കളർ കൊണ്ട് വീടൊന്ന് സെറ്റ് ആക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എത്തി. പിന്നെ ഫുഡ് അടി തുടങ്ങി, ഗെയിംസ് കളി തുടങ്ങി. നമ്മളിപ്പോ ഡംഷിറാജ് ആണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കണേ. ഇവരെല്ലാരും നോക്കിയിരിക്കുന്നത് ആരോ അപ്പുറത്ത് അഭിനയിച്ച് തകർക്കുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് കേട്ടോ. സമയം ഇപ്പൊ ഒരു 9:30 ആയിട്ടുണ്ട്. ഒരു 12:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. കാരണം നമ്മൾ നാളെ ഏർലി മോർണിംഗ് നമ്മളുടെ സ്റ്റേക്കേഷന് പോവുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയ്ക്കാണ് പോണേ. എന്റെ ബർത്ത്ഡേ, പിന്നെ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ. വളരെ മോശം ട്ടോ. റീമയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം നല്ല വാശിക്കായിരുന്നു. ആരും കേൾക്കാത്ത കുറെ മൂവി നെയിംസ് അവള് എഴുതി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു കേട്ടോ. വൈഷുവാക്ക് ഡംഷിറാജ് ചാമ്പ്യൻ ആയിട്ട് കൂടി വെള്ളം കുടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ദേ നോക്കിയിരിക്കണ കണ്ടില്ലേ, ഒന്നും കിട്ടണില്ലേ. ബർത്ത്ഡേ എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പക്ഷെ എന്റെ അഭിനയം ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവണില്ല തോന്നുന്നു. നെക്സ്റ്റ് ഈ ഒരു ഗെയിം ആയിരുന്നു. കുറെ പിക്ചേഴ്സ് ഉണ്ടാവും, അതിനകത്ത് നമ്മൾ ഗെസ് ചെയ്യണം ഏത് മൂവി സോങ് ആണെന്നുള്ളത്. ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. ഈ ട്രെയിൻ അങ്ങോട്ടോ നമ്മുടെ കോട്ടയിലാണെന്തേ ആളെവിടെ? ഇങ്ങനെ വെറൈറ്റി ആണ് ഇവിടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേസ്. അങ്ങനെ ഇരുന്നിരുന്ന് പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 1:15 എന്നിട്ടും ഇവള് പറയുമായിരുന്നു ഒരു അരമണിക്കൂറും കൂടി ഇരുന്നിട്ട് പോവാൻ. അങ്ങനെ ഒരു അടിപൊളി സെലിബ്രേഷൻ ആയി കഴിഞ്ഞ് ഒരു 12:30 വീട്ടിലെത്താന്ന് വിചാരിച്ച് ഞങ്ങളെ അവള് വിട്ടത് 1:30. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, പോയി ഒന്ന് കിടക്കാം. അപ്പത്തേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാനായി. പുള്ളി ഞാനും വെവ്വേറെ വന്നതാട്ടോ. പുള്ളി ഓടുന്നുണ്ട്, എന്നാ തിരിഞ്ഞു നോക്കണില്ല, തിരിഞ്ഞു നോക്കാണ്ട് ഓടുകയാണ്. നല്ല തണുപ്പുണ്ട്. സമയം എത്ര മണിയായി? 4:15. നമ്മൾ വേഗം ചെക്ക് ഇൻ ചെയ്യാം. നമുക്ക് ഡിജി യാത്ര ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഡിജി യാത്ര വഴി, വൈഷുവാണ് എൻ്റെ പ്രോസസ്സ് മുഴുവൻ ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ ഡിജി യാത്ര വഴി കയറുകയും ചെയ്തു. പുള്ളിയുടെ ഡിജി യാത്രയ്ക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അവിടെ പിടിച്ചു നിർത്തി. പുള്ളി ഇപ്പോൾ നോർമൽ ബോർഡിങ് സ്ഥലത്തൂടെ വരേണ്ടി വന്നു. എവിടെ പോയി അറിയില്ല. പുള്ളിയുടെ ഡിജി യാത്ര ആപ്പിൽ പഴയ ഒരു ബോർഡിംഗ് പാസ് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം പുതിയത് അപ്ലോഡ് ചെയ്യാൻ. അത് അറിയാനുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റക്കായത്. പിന്നെ നമ്മൾ ഉള്ളിൽ വന്നു, ലഗേജിനുള്ള ടാഗൊക്കെ എടുത്തു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ഫ്ലൈറ്റ് 6:20 കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ ഒരു 4:15 ആയപ്പോഴത്തേക്കും എത്തി. ഇനി ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ലൗഞ്ചിൽ പോവാം. സ്കൂൾ ബാഗൊക്കെ തൂക്കി പോകുന്ന കേട്ടോ. പയ്യാ ഇൻ കേസ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗോവയാണ് കേട്ടോ പോണേ. 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഗോവ പോവാൻ. സോ ഇപ്രാവശ്യം അവിടെയാണ്. കണ്ടാ നമ്മൾ വിട്ടില്ലല്ലോ. 40% ഓഫ്, 25% ഓഫ് എന്ന് കണ്ടിട്ട് കയറിയിരിക്കുകയാണ്.
അവിടെയൊക്കെ ഇറങ്ങി നടന്ന് നമ്മൾ നേരെ ലൗഞ്ചിലേക്ക് പോകുന്നു കേട്ടോ. കാരണം ഇനി നമുക്ക് കുറച്ച് സമയമുണ്ട് ഫ്ലൈറ്റിന്. ഓൾമോസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഹൗ മച്ച് ടൈം ഡു വി ഹാവ്? 15 minutes. You've done? I mean, you are done? Okay. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു റിച്വലാണ് കേട്ടോ. എവിടെയെങ്കിലും പോണയ്ക്ക് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണയ്ക്ക് മുന്നേ നേരത്തെ എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞ് ലൗഞ്ച് ആക്സസ് എടുത്ത് ഒന്ന് ചില്ല് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ഐറ്റിനറി ഒക്കെ ഡിസ്കസ് ചെയ്യും, ഫുഡൊക്കെ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു മീ ടൈം. ഇത് ഞങ്ങൾ കുറച്ച് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബാലൻസ് ആണ് കേട്ടോ. ബിക്കോസ് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. വൈഷു ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ എപ്പോൾ എത്തണം, അതിന് എത്ര മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ എണീക്കണം, അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ഒരാളും. ഇങ്ങനെ രണ്ടാൾക്കാർക്കിടയിൽ ഒരു ബാലൻസ് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ കുറേ ട്രയൽ ആൻഡ് എറർ ഉണ്ടാവും. അങ്ങനെ കുറച്ച് പ്രാവശ്യം വൈഷു പറഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയത്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചില്ല് ചെയ്ത് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിലെന്തോ കാര്യമുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ പാക്കിംഗ് ഇപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും സമയത്തിന് ഇറങ്ങാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഫ്ലൈറ്റ് ആണോ അതിൻ്റെ ഒരു 4 മണിക്കൂർ മുന്നെയാണ് വൈഷു എനിക്ക് സമയം തരാം. ആ സമയത്ത് ഞാൻ റെഡി ആയിരിക്കും പോവാൻ. അങ്ങനെ ലൗഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇതേ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നല്ല ഉറക്കപ്പിച്ചുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയില്ലേ. ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. വൈഷു ആണെങ്കിൽ ക്യാബിൽ കിടന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ടായിട്ടോ. നമുക്കും ഇത്തിരി ഉറക്കം കിട്ടുമെന്ന് നോക്കാം. അതിനിടയ്ക്കാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത്. ഒരു ഫ്ലൈറ്റ് ദേ ടേക്ക് ഓഫ് ചെയ്യാൻ പോണു. പിറകിലാണെങ്കിൽ വേറെ കുറച്ച് ഫ്ലൈറ്റുകൾ ദേ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ റൺവേയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ക്യാപ്ചർ ചെയ്യണമെന്ന്. ദേ നമ്മൾ മെല്ലെ ആകാശത്തിലേക്ക് പറന്നുയരുകയാണ്. എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. എപ്പോഴോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഫുള്ള് മേഘങ്ങൾക്കിടയിലൂടെ പോകുന്നതാണ്. ഇപ്പോഴും ഇത് കാണുമ്പോൾ ഒരു ഫാസിനേഷൻ ആണ് കേട്ടോ. ഗോവയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ട് നല്ല മഴ പുറത്ത്. മൺസൂൺ സീസൺ ആണല്ലോ. 2 കൊല്ലം മുന്നേ നമ്മൾ വന്നപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കല്ല, വേറെ 2 കപ്പിൾസും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അഞ്ചേച്ചി അഖിലേട്ടനും ഇങ്കി അയച്ചേട്ടനും. ഞങ്ങൾ 3 സ്റ്റേറ്റ്സ് ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇങ്കി അയച്ചേട്ടനും ചെന്നൈയിൽ നിന്ന്, അഞ്ചേച്ചി അഖിലേട്ടനും കൊച്ചിയിൽ നിന്ന്, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും. അഖിലേട്ടൻ അഞ്ചേച്ചി ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മളും ഇപ്പോൾ ലാൻഡ് ചെയ്തേളൂ. ബാഗേജ് കളക്ട് ചെയ്യാൻ നിൽക്കണം. ഇതിപ്പോൾ നമ്മുടെ ബാഗേജ്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. ഇവിടെ നല്ല മഴയുള്ള സമയമാണ് കേട്ടോ. ക്ലൈമറ്റ് ഈസ് വെരി മഴ ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് റിസോർട്ടിൽ തന്നെ നല്ല ചില്ല് ചെയ്ത് ഒരു റിലാക്സ്ഡ് സ്റ്റേക്കേഷൻ എടുക്കാം. അതാണ് പ്ലാൻ. സോ അതാണ് ഇവിടുത്തെ അവസ്ഥ. അവരൊക്കെ പഴയ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യണേ. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. അപ്പം നമുക്ക് പോവാം. നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ടാക്സി ഈസ് ബുക്ക്ഡ്. ഹായ് കാക്കി, ടാക്സി ബുക്ക് ചെയ്തുവോ? ആ ടാക്സി ബുക്ക് ചെയ്തുവോ? ഓപ്പൺ പ്ലാൻ. പക്ഷെ ഇപ്പം ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? ഡ്രോപ്പ് ദ bags and do something else. Go somewhere else. ഹോട്ടലിൽ തന്നെ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ. നമുക്ക് സ്പാ, സോന അങ്ങനെയൊക്കെ പോവാം അല്ലേ. പുതിയ എയർപോർട്ടാണ്. നല്ല ഭംഗിയുള്ള എയർപോർട്ട്. വെരി ക്ലീൻ, നല്ലൊരു എയർപോർട്ട്. നമുക്കൊരു 1 hour എത്രയാണ്? 1.5 hours ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് നമ്മളുടെ ഹോട്ടലിലേക്ക്. നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? പറയോ? കാവലോസം ബീച്ചിന്റെ അടുത്ത്. ആൻഡ് വാട്ട് ഇസ് ദ നോവോട്ടൽ ഡോണ പോളെ അല്ലല്ലേ? ഡോണ സിൽവിയ, അതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്. നമ്മള് അങ്ങടേക്ക് 1.5 hours ഉണ്ട്. അല്ലേ കുഞ്ഞു, എനിക്ക് മറ്റേത് എടുക്കണം. പിന്നെ പഞ്ചേച്ചി അഖിലേട്ടനും ഓൾറെഡി ലാൻഡ് ചെയ്തോ? അവര് ചെയ്തോ? ലാൻഡ് ചെയ്തോ? അഖിലേട്ടനും അഞ്ചേച്ചിയും ലാൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 hour അവരും ഹോട്ടലിലെത്തും. അതിചേട്ടനും എനിക്കും വരുന്നുണ്ട്. അവര് ഉച്ചയ്ക്കാണ് അവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ അവർ വൈകിട്ടാവും എത്താൻ. അപ്പോൾ നമ്മുടെ ഗോവ വെക്കേഷൻ ബിഗിൻസ്. എത്ര കൊല്ലം മുന്നേ നമ്മൾ ഗോവയ്ക്ക് വന്നു? 3
ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ ഇങ്ങനെ ഗോവയ്ക്ക് വന്നിരുന്നു, അതും ഞങ്ങളുടെ ആനിവേഴ്സറി ടൈമിൽ. സോ ഇപ്രാവശ്യം ഞങ്ങൾ ആനിവേഴ്സറിക്ക് പ്ലാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ നടുവേദനയൊക്കെ കാരണം ഇത്തിരി ഒന്ന് പുഷായി. ഇപ്പോൾ 12th ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 കൊല്ലം മുന്നേ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡ് ഹയത്തിൽ നിന്നു. അപ്പോഴും നല്ല മഴയൊക്കെ ആയിട്ട് നല്ലൊരു ആൽക്കഹോളിക് വെതറായിരുന്നു. ഇപ്പോഴും അത് തന്നെ ഭയങ്കര മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഭയങ്കര തണുപ്പും നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. അങ്ങനെ കറങ്ങാൻ പോകേണ്ട ക്ലൈമറ്റ് അല്ല, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ആനിവേഴ്സറി ടൈമിൽ ഒരു കുഞ്ഞ് വെക്കേഷൻ എടുക്കാൻ നോക്കാറുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ നോക്കാറുണ്ട്. സോ അതാണ് ഇത്. ക്യാബിൽ കയറി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റിൽ നമ്മൾ ഇതേ റിസോർട്ട് എത്താറായി. ഒരു പൊടി ഉറങ്ങിയില്ല. സത്യം. ഹായ് അഖിലേട്ട്. ഹായ് ഹായ്. കിഡ്ലൻ പ്രോപ്പർട്ടിയിലെ വെരി നൈസ്, അടിപൊളി പ്രോപ്പർട്ടി. രാവിലെ 9:30 സമയം. നമുക്ക് ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. പക്ഷേ ഇവിടെ ഇവർ പിച്ച് ചെയ്തിട്ട് ഇവർ പോയി ചോദിച്ചു, അവരെ തന്നു എന്നുള്ള സീനാണ്. അപ്പോൾ അവരിപ്പോഴേ ഒരു റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു. പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. സീക്രട്ടാന്ന് തോന്നുന്നുണ്ടത്. യേശു മിണ്ടാൻ സമയം. ഹായ്, നല്ല പൂ അല്ലേ? അയച്ചേട്ടനും എനിക്ക് എപ്പോഴാണ് വരുമോ? അപ്പോൾ അവര് നമ്മള് വന്ന എയർപോർട്ടിലാണ് വരിക അല്ലെ? നിങ്ങളുടെ എയർപോർട്ട്? ഓ, അപ്പോൾ അവിടുന്ന് 1.5 hours അല്ലേ? നല്ല വലിയ പൂളാണല്ലോ. 5 ഇവിടെ വന്ന് കിടക്കാം. ഇവർക്ക് ഓ, അപ്പൊ 5 എത്തില്ലേ? എനിക്കെത്തില്ല. പക്ഷെ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹായ്, ഇതാണ് നമ്മളുടെ ഒരു വില്ല റെഡി ആയത്. ചെറുപ്പിട്ട് കയറണോ? ചെറുപ്പിട്ട് കയറാതെ. കൽനറി ആണോ? അങ്ങനെയാണെങ്കിൽ തിന്നാൻ കിട്ടുമോ? ആരാത്? എന്തെങ്കിലും കിട്ടും അല്ല ചേച്ചി? കിട്ടുമോ? ഉറപ്പാണോ? എന്നാ ഞങ്ങളുടെ ഇവർക്ക് ഈ ബാത്റൂമിന്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ബെഡ്റൂമിന്റെ സൈസ് വിശാലമായ ബാത്റൂം. ഏർലി ചെക്കിൻ ആയതുകൊണ്ട് ഒരു റൂമാണ് അവർ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ സമയമാകുമ്പോഴത്തേക്കും നെക്സ്റ്റ് റൂമും കൂടി തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ റൂം ടൂർ ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ റൂം. ഞാൻ കുറച്ച് അധികമായി അഞ്ചേച്ചി അഖിലേട്ടനെയും കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നമുക്ക് റൂമിൽ ചില്ല് ചെയ്യാം. സ്പാൻ എത്ര അഞ്ചേച്ചി? 60 minutes in 4,000, 3,800. നോട്ട് ബാഡ്. ഉണ്ടോ? നിങ്ങൾക്ക് അക്കോറിന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എക്സ്പയർ ആവാനായി. സോ 14,000 രൂപ കൊടുത്ത് റിന്യൂ ചെയ്യും. ഞാൻ നൈസായിട്ട് ഷീറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ വർത്താനങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കരുത്. എൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. ഓൺലി കേൾക്കൽ സുഖം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഉണ്ടാവില്ല, ഞാൻ കിടന്നുറങ്ങും. ചേച്ചിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് വളരെ അവിചാരിതമായി. താങ്ക് യു ചേച്ചി. വെരി പ്രിട്ടി. അവിചാരിതമായി വെരി പ്രിട്ടി ബാഗ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കളറ്. ഏയ് നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വലിയ ടോട്ട് ബാഗ്. താങ്ക് യു ചേച്ചി. ഉമ്മ ഇല്ല, വലിയ വിലയില്ല. നിങ്ങൾക്കൊരു നല്ല താങ്ക് യു അയാൾ തന്നാന് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ. എന്തിനാണോ എന്തോ അതിങ്ങനെ കൊണ്ടു നടക്കും. തിരിഞ്ഞു നോക്കും കൂടി ഇല്ല. എങ്ങോട്ടാണ് രണ്ടുപേരും കൂടി മുട്ടലഴഞ്ഞ? പോയി. ബൈ. അവർ നൈസായിട്ട് മുങ്ങിയിട്ടുണ്ട്. കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട്. എന്തിന്റെ കുഞ്ഞുങ്ങളാണോ എന്തോ. 20 acres അല്ലേ? 126 + 5 176 + 5 എന്ത്? റൂംസ്. ഓ, +5 സ്വീറ്റാ?
നൈസ് നൈസ്. അവിടെ നേരെ കാണുന്നുണ്ട് ബീച്ച്. ഒരു പ്രൈവറ്റ് ബീച്ചുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആക്ച്വലി ഒരു സ്റ്റാഫിനോട് പറയാമായിരുന്നല്ലോ ഒരു ഫുൾ പ്രോപ്പർട്ടി ടൂർ തരാൻ. അവള് എനിക്ക് വരട്ടെ എന്നിട്ട് പറയാം. അവളെന്തായാലും കാണണമെന്ന് പറയണ്ടാവും. രസമുണ്ട്, നല്ല ബീച്ച്. ഓ കടലൊക്കെ നല്ല ഇളകിയിരിക്കണല്ലോ, നല്ല തര. ആ ഓ മഴയായതുകൊണ്ട് സീ റഫാണ് അത്ര. അവര് വാർണിംഗ് ഐ മീൻ പേപ്പറിൽ തന്നു, നമുക്ക് കിട്ടിയില്ല. ഇല്ല. അപ്പൊ സീ ഭയങ്കര റഫ് കേട്ടോ, എനിക്ക് കാണാം നല്ല തിരയുണ്ട്. അപ്പൊ വെയിലില്ലാത്ത നന്നായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതേ ക്ലൈമറ്റ് ആയിരുന്നു. ഇതേ സമയത്താണ് വന്നത്. ആ ജൂലൈ സമയത്താണ് വന്നത്. ജൂലൈ 6th ആനിവേഴ്സറിക്കാണ് വന്നത്. കടലിത്തിരി വിക്ഷുഭിതരായിരിക്കുന്നു, അങ്ങനെയാണോ അത് പറയാ അറിയില്ല. എന്തായാലും ദേഷ്യം വന്ന പോലത്തെ ഒരു കടൽ, വെരി വയലൻസ് കടൽ. നല്ല തിരയുണ്ട്, ഭയങ്കര. എൻ്റെ മോനെ അത് കണ്ടിരുന്നു, ആ തിര വന്നത്. അടിപൊളി. നമ്മുടെ പ്രൈവറ്റ് ബീച്ച് കേട്ടോ, അധികം ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ഈ അവസരത്തിൽ ഇവിടെ നീന്തുന്നത് നല്ലതാവില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബട്ട് വെരി വെരി നൈസ്. ഇതില്ലാത്തതുകൊണ്ട് നല്ല പ്ലെസന്റ് ആണ് ഇവിടെ നിൽക്കാൻ. സോ ഞാനാണെങ്കിൽ ബീച്ച് സ്ലിപ്പേഴ്സ് എടുത്തിട്ടില്ല, പുറത്തിരുന്ന ചെരുപ്പിട്ട് വന്നത്. അങ്ങനെ കുറേ നേരം കടലൊക്കെ കണ്ടു നിന്ന് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിന് പോവാം. അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണേ, കൊത്തോ ഇത്. വാട്ടാ വാട്ട് മക ആർ യു സ്റ്റാച്യൂസ്? ഏ സ്റ്റാച്ചു ഒന്നും അവിടെ പറയാ വരണോ? പടാ മാറി പൊന്നോ, മാറി പൊന്നോ. വിച്ച് മൂവി ഇസ് ദിസ് ഡാ? ജോൻജോ. ഇവിടെ കിടന്ന് അലമ്പിയ എന്താ അവനെ പിടിച്ചോ. കുറച്ചു നേരം നമ്മൾ റൂമിൽ കിടന്ന് അലമ്പിയതിനു ശേഷം നമ്മൾ അതെ പുറത്തിറങ്ങി അലമ്പാൻ പോവാണ്, ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ചിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. വെരി വെരി ടൈം ഫോർ ദ ലഞ്ച്. ഫോഗിയായി പുല്ല് ചെത്തിക്കൊണ്ടിരിക്കണത് അത്ര ഒച്ച. തെന്നുണ്ട് കേട്ടോ അവിടെ. ഇതിനടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, അവിടെ പോവാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന്റെ മെനു നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ലതാണ്. അപ്പം നമ്മളിവിടെ കയറി കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പരിപാടികൾ എന്താന്നുള്ളതും ചാർട്ട് ചെയ്യാം. അഞ്ചിന് സൗണ്ട് ഒന്ന് വന്നോട്ടെ, നമ്മളെ പൊങ്കാല ഇടും. പാവം സൗണ്ട് പോയി ഗൈസ്. കാറ്റ് അത് അഖിലേട്ടൻ പറഞ്ഞു മിണ്ടണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുമെന്നൊക്കെ. ഈ 2 ദിവസത്തേക്ക് മിണ്ടണ്ടാന്ന്. കുഞ്ഞിനി ഇറങ്ങിപ്പോയടാ. നല്ല അർക്കക്ഷീണുണ്ടല്ലേ. അതെ ഞാൻ ആലോചിക്കുവായിരുന്നു അത്. നല്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല ചെറുക്കൻ കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിക്കോ. ഫുഡ് വന്നു, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഇവിടുന്ന് കഴിച്ചിട്ട് മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞല്ലേ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ആണ്, അവിടെ പോയി കഴിച്ചാലോ എന്നൊക്കെ. അപ്പം അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ അണ്ണാക്ക് പുള്ളി ചെറുതായിട്ട് ഗൈസ്. നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് പറഞ്ഞത്. അത് എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യമാവുന്നുണ്ട്. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വെള്ളമൊക്കെ മേടിക്കണം, പിന്നെ കുറച്ച് സ്നാക്സ് മേടിക്കാനുണ്ട്. ഇടയ്ക്കൊന്ന് വെക്കേഷനൊക്കെ ആണല്ലോ, ഇങ്ങനെ ഇടയ്ക്ക് കൊറിക്കൽസ് പറ്റുള്ളൂ. അപ്പോൾ ആ കൊറിക്കൽസ് ഒക്കെ മേടിക്കാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിലുണ്ടോ 2 കുപ്പി വെള്ളം ഒരു തരും. അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ചാർജബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് കാശ് കൊടുക്കണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയി ബോട്ടിൽഡ് വാട്ടർ മേടിച്ച് കുടിക്കും എന്നും പറഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. പിന്നെ ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോറും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. സോ അങ്ങോട്ട് ലഞ്ച് വാസ് വെരി ഓക്കെ, ഇഷ്ടം. അങ്ങനെ ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ളൊരു ലഞ്ചായിരുന്നില്ല. ഇത്ര ഡിസപ്പോയിൻറ്റിങ് ആയി. നമ്മൾ ഓർത്തു ഇനി വന്ന ദിവസം ഇരുന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഇവിടുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിന് പോയതാണ്. നോട്ട് വെരി നൈസ്. അതുകൊണ്ട് നമ്മളിനി പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ കുട്ടി സൂപ്പർ മാർക്കറ്റ്, അത്ര കുട്ടിയൊന്നുമല്ലോ.
കൊമ്പൂച്ച ഗോൾഡ് കുറേ ചിപ്സ്. ഈ പെപ്പിറ്റോസ് നോക്കിയേ, എന്തോ പീനട്ട് ചിക്കൻ ഫ്ലേവേർഡ്. കൊള്ളാലോ. അതെന്നാ ചേച്ചി നോക്കുന്നു, ട്രൈ ചെയ്യുന്നോ? എന്താ പെപ്പിറ്റോസ് കണ്ടോ, മറ്റേ കോൺ ഫ്ലേവേർഡ് ലൈക്ക് ഗോമി സ്നാക്ക്. കൊള്ളാം, രസമുണ്ടത്. ക്രീം ബൺ കൊണ്ടുവന്നു. ഇത് ക്രീം പറഞ്ഞ സാധനം എടുത്തുകൂടെ ദാരിദ്ര്യം. ക്രീം എവിടെ പറ്റി ടേസ്റ്റ്. അതെ, ഈ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ബാക്കി നമ്മുടെ സ്നാക്സും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇന്നെന്തോ കോൺഫറൻസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട് അവിടെ. ഈ സൂപ്പർ മാർക്കറ്റിന് അടുത്തൊരു ക്ലോത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈറ്റ് ഡ്രസ്സ് കിട്ടി, അപ്പോൾ അതും വാങ്ങി. നമ്മൾ അപ്ഗ്രേഡ് ചോദിച്ചിട്ട് അവർ അപ്ഗ്രേഡ് തന്നു കേട്ടോ. എക്സിക്യൂട്ടീവ് റൂമിന്ന് ബുട്ടീക്കിലേക്കാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അവർ പറഞ്ഞത് കൊണ്ടാ. നമുക്ക് ചോക്ലേറ്റ് കിട്ടി, നമുക്ക് ചോക്ലേറ്റ് കിട്ടി. ഞാൻ കഴിക്കും. ഹായ്, ചോദിക്കാം കൂടെ. ഞാൻ കറക്കമൊക്കെ കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഡേന്റെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് റൂമിലെത്തി. ഞങ്ങളുടെ റൂമും കിട്ടി. ഇത് അപ്ഗ്രേഡ്, ഞാൻ പറഞ്ഞില്ല, അപ്ഗ്രേഡ് ബുട്ടീക്ക് റൂമാണ് കിട്ടിയത്. സോ എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, കാരണം ഇന്നലെ ഉറക്കം ഉണ്ടായിട്ടില്ല. റീമയുടെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 2 മണിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1:30 അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2:30 എണീറ്റ് ഉറങ്ങിയില്ല. നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന്, ബിക്കോസ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല ഉറക്കത്തിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് 2:30 ആകുമ്പോഴത്തേക്ക് എണീറ്റ് നമുക്ക് ഡ്രസ്സ് ചെയ്ത് 3 മണിയാകുമ്പോൾ ക്യാബ് വരും. അങ്ങനെയൊരു സംഭവമായിരുന്നു. അപ്പം ഞങ്ങൾ ഉറങ്ങിയില്ല, ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ക്യാബൊന്നും ഉറങ്ങിയില്ല, ഫ്ലൈറ്റൊന്നും ഉറങ്ങിയില്ല. തിരിച്ചിങ്ങോട്ട് വരുന്ന ക്യാബൊന്നും ഞാൻ കുറച്ച് നേരം ഉറങ്ങി. വൈഷു തീരെ ഉറങ്ങിയിട്ടില്ല, ഉറക്കം വരണ്ടായില്ല അത്ര. അപ്പോൾ വൈഷുവിനിപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഉറങ്ങി പോവുമായിരുന്നു. അപ്പോൾ ആൾ വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. വന്ന് കിടന്ന് ഉറങ്ങും. പെട്ടി എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പുറത്തെ റൂമിൽ നിന്ന്. ഇനി ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, കാരണം ബേസിക്കലി ഇങ്ങനെ മുറിഞ്ഞ ഉറക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ അൽച്ചേട്ടനും എനിക്ക് എത്തുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം, പൂളിൽ പോകണം. ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഡിന്നർ കഴിക്കുക, പാർട്ടിയിങ്, അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ദിവസം. നാളെ നമ്മൾ കുറച്ച് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് സൗത്ത് ഗോവയാണ്, അപ്പോൾ ഭയങ്കര എക്സ്പ്ലോറേഷനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സൗത്ത് ഗോവ വന്നിട്ടില്ല. ഞാൻ നോർത്ത് ഗോവയായിരുന്നു എപ്പോഴും വന്നിട്ടുള്ളത്. 2 പ്രാവശ്യം വന്നപ്പോഴും നോർത്ത് ഗോവയായിരുന്നു. സോ സൗത്ത് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ആണ്. ലൈക്ക് ഇവിടെ കുറച്ചുകൂടി അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഭയങ്കര പീസ്ഫുൾ ഒരു വൈബാണ് സൗത്ത് ഗോവ. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കാണാം. കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് തട്ടിയപ്പോഴാണ് എവിടെയാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടാണ് നമ്മൾ കണ്ണ് തുറക്കണേ. അപ്പോഴേക്കും അൽചേട്ടനും എനിക്കും വന്നിരുന്നു കേട്ടോ. ഇൻകേഷ്, വാട്ട് ഇസ് ദിസ് അഗൈൻ? സംറാച്ചി കോടി. ആൻഡ് വാട്ട് ഇസ് ദിസ്? ലൈക്ക് തേങ്ങാപ്പാലും ഡ്രൈ പ്രോണും ഫ്രഷ് പ്രോണും എല്ലാം മിക്സ് ചെയ്ത് sounds yum. Goan weddings, so it's a special. Oh, nice. Looks very nice. ഇവര് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി സാമ്രാജ്യ കൂടി കിട്ടുന്ന ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് ഹൈപ്പ് തന്നിരുന്നു ഈ ഒരു സംഭവത്തിനെ കുറിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെമ്മീൻ കറി പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ആ ഒരു വൈറ്റ് റൈസിനോട് കഴിക്കാൻ. പിന്നെ അതേ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളത്തെ ഒരു ക്യാച്ചപ്പാണ്. ഇനി പൂളിച്ചാറാനുള്ള പരിപാടി കിട്ടും. What are you doing? Spino Monarol. Bye. Good night. ഞാൻ വരില്ല. ബാ ലെറ്റ്സ് ഗോ. ബാടാ. We are back at the supermarket. കുറച്ചുകൂടി സാധനം മേടിക്കാം. കുറേ ട്രിപ്പ് വേണ്ടി വരും ഇങ്ങോട്ട്. നമ്മൾ പെൺപിള്ളേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി വരുന്ന സമയം കൊണ്ട് ആൺപിള്ളേർ പൂളി ചാടാന്നായിരുന്നു പ്ലാൻ. പക്ഷെ അവന്മാർ മടി പിടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ സൺസെറ്റ് കാണാൻ ബീച്ചിലേക്ക് വന്നു. നേരെ നല്ലൊരു ഭംഗിയുണ്ടായിട്ടോ ഈ ഒരു സമയത്ത് ബീച്ച് കാണാൻ. കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്, ബിക്കോസ് വൈകിട്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും സൺസെറ്റ് കാണാൻ വന്നതായിരിക്കുന്നു. പക്ഷെ നല്ലൊരു ഫീലായിരുന്നു, നല്ല കാറ്റും ആ ഒരു സ്കൈയും ഒക്കെ ആയിട്ട്. ഞാൻ ജനറലി ഒരു മൗണ്ടൻ ഗേളാണ് കേട്ടോ. ബീച്ചസിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യണേ മൗണ്ടൻസ് ആണ്. പക്ഷെ ദർ സംതിങ് അബൌട്ട് സൺസെറ്റ്സ്, എന്തോ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം.
എസ്പെഷ്യലി ഒരു ഒഴിഞ്ഞ ബീച്ചൊക്കെ ആണെങ്കിൽ സൺസെറ്റ് സമയമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ. അതെന്നെ ഭയങ്കരമായിട്ട് ഗ്രൗണ്ട് ചെയ്യുന്ന പോലെ, ഭയങ്കരമായിട്ട് സെൻ മോഡിലേക്ക് കൊണ്ടുപോകണ പോലെ. അങ്ങനെ സൺ മെല്ലെ മെല്ലെ സെറ്റ് ചെയ്ത് വരണം. നല്ല ഭംഗിയുള്ള കളേഴ്സ് സ്കൈയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞങ്ങളാണെങ്കിൽ ബോയ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസെറ്റ് കാണാൻ. അപ്പം ഞങ്ങൾ ആ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, നല്ല നീറ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കും. Something very calming about the ocean and sunset and beautiful. ഈ കുരങ്ങന്മാരെ നമ്മൾ സൺസെറ്റ് കാണാൻ വിളിച്ചത്. ഇപ്പൊ സണ്ണൊക്കെ പോയിട്ട് നാളത്തെ സൺറൈസ് ആവാറായി. ആഹാ, ഇവരാണല്ലോ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മുടെ ചെറുക്കന്മാരുടെ എടുത്തു കൊടുത്തു ആ ബ്യൂട്ടിഫുൾ ബാക്ക്ഡ്രോപ്പ് അഗൈൻസ്റ്റ്. ഇവന്മാരുടെ യൂഷ്വൽ പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. പുഷപ്പ് ചെയ്യാൻ ഇൻ കേസ് നീയും കൂടുന്നുണ്ടോ പുഷപ്പിന്? അഞ്ചേച്ചിയും പോയി നിൽക്കാം ആക്ച്വലി. ഇല്ലേ? Come on boys, you can do it. കൂട്ട പുഷപ്പ് വന്നു. 2 3 4. സത്യം അവിടെ നിൽക്കുമ്പോ ഒന്നും പറ്റത്തില്ല, അവന്മാർക്ക് അനങ്ങത്തില്ല. കാണിക്കുന്നു. പക്ഷെ നൈസ് ബാക്ക്ഗ്രൗണ്ടോ. 20 ഒന്നും ആയില്ല. അഞ്ചേച്ചി ബസ് കൗണ്ടിങ്. എപ്പോഴാണോ എന്തോ. ഇതാണ് നമ്മുടെ ഡോണ പോളയുടെ ഹിസ്റ്ററി. ഒരു ദുരന്ത ലവ് സ്റ്റോറി. പാവം. എന്താണ് ഇഫ് യു ലൈക്ക് ദ പ്രോപ്പർട്ടി റിംഗ് ദ ബെൽ. എന്നാ പോയി റിങ് ചെയ്യ. ഗോ. പൊളി. ആൾക്കാർ പുറത്താക്കുന്ന തോന്നുന്നുണ്ട് കേട്ടോ മിക്കവാറും. എന്തോ നീ അയച്ചേട്ടന് മാത്രമേ അഭിനയിക്കാൻ അറിയുള്ളൂ. പൊള്ളി സാധനം അയച്ചേട്ടാ. കറക്റ്റ് ടൈമിങ്. വാട്ട് എ ടൈമിങ്. പിന്നെ എല്ലാവരും ഫ്രഷ് ആവാൻ പോയി. ഒരു 8-8:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ റൂമിൽ കൂടിയിട്ടോ. ഇനി ഇന്നൊരു കാളരാത്രിയാണ്. ബിക്കോസ് രാത്രി മുഴുവനും പാട്ടും ഡാൻസും ഗെയിംസും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും. കിടന്നു. അപ്പോഴാണ് വിശപ്പിന്റെ വിളി ചെറുതായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാ പിന്നെ ഡിന്നർ ഓർഡർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്റെ കൊമ്പൂച്ച കുടിച്ചിരിക്കുവായിരുന്നു കേട്ടോ. വൈഷു എന്തോ കാര്യമായിട്ട് അവരോട് കഥ പറയാനുണ്ട്. അതും കേട്ടോണ്ട്. Because he says how he started is that he was a training instructor in Navy. He was Navy. So one of the എന്താ കേട്ടാ ഞാൻ അതിലോട്ട് സാധനം വെച്ചിട്ട് കാക്കകളെന്ന് ഡിസ്കസ് ചെയ്തത്. അതിലാണ് എന്തേ കക്കൂസ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ അതൊരു പാനലിൽ നടന്നു വരുമ്പോഴത്തേക്ക് അതിലാണ് വെച്ചിട്ട് മാത്രം കാക്ക. ഡിന്നർ വന്നു. അഞ്ചു വെച്ച് വെയിറ്റിംഗ് ആണ്. ഫോർക്കും കൊണ്ട് കുത്താൻ വരണം. ഇതാരുടെയാണ് ഈ മദാരസ കാലുകൾ? എന്താണിത്? മസാല ദോസ. കഴിക്കോ? പിന്നെ എല്ലാവരും കഴിക്കലിൽ ഇത്തിരി ബിസി ആയി പോയിട്ടോ. എസ്പെഷ്യലി ഞാൻ. എനിക്കാണെങ്കിൽ നല്ല വിശക്കണുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ കുത്തി കയറ്റുന്നത് കാലമാരിയാണ്. ഡീപ്പ് ഫ്രൈഡ് കാലമാരി. പക്ഷെ അത് തണുത്തു പോയിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മുഖത്തുണ്ട്. ആ ഡിപ്പം തരുമോ? കുഞ്ഞു താളാ. ഇതൊരു സ്നേഹസമ്പന്നനായ ഭർത്താവ്. താങ്ക് യു. പ്രോൺസ് ബിരിയാണി. പ്രോൺസ് ഞാൻ തന്നു. വിത്ത് ചിക്കൻ ഗീ റോസ്റ്റ്. വൈഷ്ണവിന് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ ഡെസേർട്ട്സ് എടുക്കണം. എത്ര സന്തോഷം. ഡിന്നറും കഴിഞ്ഞ് ഡെസേർട്ട്സും തീർത്ത് ഇപ്പൊ ഡംഷരാജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. ഇതും കൂടി കാണിച്ച് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം. ഈ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാവുന്നുമില്ല. മനുഷ്യരുടെ അഭിനയിച്ച് തകർക്കുക. ഇവിടെ പെൺപിള്ളേര് ചിരിച്ചടിച്ചിരിക്കുക. അഖിലേട്ടാ നിങ്ങൾ ദുരന്തമാവുന്നു. അഖിലേട്ടാ ശലഭമല്ല എന്റെ അമ്മേ. മുണ്ട് 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 മൂ പരമു പരമു സഹായിക്കണം. ചുമ്മാ പരമോ
കൊരങ്ങിന് വേറെ മലയാളം ഉണ്ടല്ലോ. ഇവരിരുന്ന് ഈ സിനിമ പേര് കണ്ടുപിടിക്കട്ടെ. ഞാൻ ഇവിടെ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത വ്ളോഗിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.